150-ൽ പരം കടുവകളും ആനയും പുലിയും മറ്റ് ഒട്ടനവധി വന്യമൃഗങ്ങൾ സ്വതന്ത്രമായി വിഹരിക്കുന്ന ഒരു കാട്ടിലാണ് ഈ പ്രാവശ്യം ഫോറസ്റ്റ് റിസ്റ്റോറേഷൻ നടത്തുന്നത്. അതെ, നാഗർഹോള ടൈഗർ റിസർവിനകത്ത് നാനാച്ചി ഫോറസ്റ്റിലാണ് ഈ പ്രാവശ്യത്തെ ഫോറസ്റ്റ് റിസ്റ്റോറേഷൻ. 840 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ഒരു കാട്ടിൽ ഒരു കടുവയ്ക്ക് സഞ്ചരിക്കാൻ ഏകദേശം 6 സ്ക്വയർ കിലോമീറ്റർ എന്ന പരിധിയിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. സാധാരണ 25 സ്ക്വയർ കിലോമീറ്റർ എന്നൊക്കെ പരിധി വിട്ട് ഏകദേശം ഏറ്റവും കൂടുതൽ ടൈഗറിന് ഡെൻസിറ്റി ഉള്ള ഒരു കാടായി മാറിയിരിക്കുകയാണ് ഈ നാനാച്ചി ഫോറസ്റ്റ്. കടുവ മാത്രമല്ല, പുലിയും ആനയും മറ്റ് ഒട്ടനവധി വന്യമൃഗങ്ങളും ഏറ്റവും കൂടുതലുള്ള ഒരു ഫോറസ്റ്റാണ് നാനാച്ചി ഫോറസ്റ്റ്. ഇവിടെയാണ് ഈ പ്രാവശ്യം ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ നടത്തുന്നത്. ഒരു പ്രദേശം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പച്ച പിഴുതുമാറ്റലാണ് ഈ പ്രാവശ്യത്തെ ഫോറസ്റ്റ് റീസ്റ്റോറേഷനിലൂടെ ഞങ്ങളുടെ ജോലി. നാനാച്ചി ഫോറസ്റ്റ് കർണാടകത്തിലെ കുടക് ജില്ലയിലാണെങ്കിൽ കൂടി കേരളത്തിലെ വയനാടിനോട് അടുത്തിരിക്കുന്ന ഒരു വനപ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും കാട് വിട്ട് പുറത്തിറങ്ങുന്ന വന്യമൃഗങ്ങൾ പലപ്പോഴായിട്ട് കേരളത്തിലെ വയനാട്ടിലുള്ള മനുഷ്യവാസ കേന്ദ്രങ്ങളിലും കൃഷിസ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടാറുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് വർദ്ധിച്ചു വരുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് ഇതുപോലത്തെ ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ ചെയ്യുന്നതിലൂടെയാണ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കേരളത്തിൽ നിന്നും എർത്തിങ്സ് നേച്ചർ ഫൗണ്ടേഷൻ എന്ന ഈ ഒരു സംഘടന കർണാടകത്തിലും എത്തിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് കർണാടകത്തിലെ ഇതുപോലത്തെ ഒരു നാഗർഹോള ടൈഗർ റിസർവിനകത്ത് ഒരു NGO ഇതുപോലെ റീസ്റ്റോറേഷൻ വർക്കുകൾ സംഘടിപ്പിക്കുന്നത്. എന്താണ് ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ അല്ലെങ്കിൽ എക്കോ റീസ്റ്റോറേഷൻ? ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് വരുന്ന അധിനിവേശ സസ്യങ്ങളുടെ നിർമ്മാർജ്ജനം ചെയ്യലാണ് ഫോറസ്റ്റ് റീസ്റ്റോറേഷനിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് അധിനിവേശ സസ്യങ്ങൾ? ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് പല മാർഗങ്ങൾ വഴി പല സസ്യങ്ങളും എത്തിപ്പെടാറുണ്ട്. അത് ചിലത് ഭക്ഷണാവശ്യങ്ങൾക്കായിട്ട് വരുന്നതുണ്ട്, അലങ്കാര ആവശ്യങ്ങൾക്കായിട്ട് വരുന്നതുണ്ട്. ചിലത് ഇതുപോലെ നമ്മുടെ കാടുകളിൽ വ്യാപിച്ച് നമ്മുടെ ജൈവ വൈവിധ്യത്തിന് നാശം ഉണ്ടാക്കുന്നതുമുണ്ട്. അങ്ങനെ നാശമുണ്ടാക്കുന്ന ഇത്തരം അധിനിവേശ സസ്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യലാണ് ഫോറസ്റ്റ് റീസ്റ്റോറേഷനിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്രാവശ്യത്തെ ഫോറസ്റ്റ് റീസ്റ്റോറേഷനിൽ കമ്മ്യൂണിസ്റ്റ് പച്ചയാണ് നിർമ്മാർജ്ജനം ചെയ്യാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറഞ്ഞിട്ടുള്ള അധിനിവേശ സസ്യം ലോകത്തിലെ വ്യാപനശേഷി കൂടിയ 10 സസ്യങ്ങളുടെ പട്ടികയിൽപ്പെട്ട ഒരു സസ്യമാണ്. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു റീസ്റ്റോറേഷൻ്റെ മുഴുവൻ വീഡിയോയും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.